വിദേശ പൗരന്മാർക്ക് അറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം വന്നിട്ടുണ്ട്. യാത്രയിൽ പ്രതിസന്ധി നേരിടുന്ന വിദേശികൾക്ക് സഹായം നൽകും. വിസ കാലാവധി നീട്ടി നൽകാൻ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെടാൻ നിർദ്ദേശവുമുണ്ട്. വിഷ്ണു പ്രസാദ് തന്നെ ഇതിന്റെയും വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും. വിഷ്ണു, എന്തൊക്കെയാണ് ഇവർക്ക് സഹായമായി ലഭ്യമാവുക? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? മോത്തി, രാജ്യത്ത് സന്ദർശനം നടത്തുന്ന വിനോദസഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ വിദേശ പൗരന്മാരായിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുക്കുകയാണ് ഇന്ത്യ. പ്രധാനമായും രാജ്യത്ത് അകപ്പെട്ടു പോയിട്ടുള്ള വിദേശ പൗരന്മാർക്ക് അവരുടെ വിസ കാലാവധി നീട്ടി നൽകുന്നതിനും അല്ലെങ്കിൽ അവർക്ക് താമസ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും FRRO ഓഫീസുമായി ബന്ധപ്പെടാനാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി സമീപത്തുള്ള FRRO ഓഫീസുമായി ബന്ധപ്പെടാം. അവിടെ നിന്ന് വിസ കാലാവധി നീട്ടി നൽകുന്നത് ഉൾപ്പെടെ സഹായങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകുകയാണ്. പ്രധാനമായും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്ത് നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളെ യുദ്ധം വലിയ തോതിൽ ബാധിച്ചതോടുകൂടിയാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളിലൂടെ പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമുള്ള വിദേശ സഞ്ചാരികളാണ് വലിയൊരു ആശങ്കയിലായിട്ടുണ്ടായിരുന്നത്. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ വിവിധ വിമാന കമ്പനികൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികളും വിദേശത്തു നിന്നുള്ള വിമാന കമ്പനികളും വ്യാപകമായി തങ്ങളുടെ എല്ലാ സർവീസുകളും റദ്ദ് ചെയ്യുന്ന ഒരു